2 മാസം മുമ്പ് നമ്മളെല്ലാം ദിവസങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ സാഹചര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തു. അത് പരിശോധിക്കാൻ 4 അംഗ അന്വേഷണ കമ്മീഷനെ വെച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാരുമാണ് ആ വിഷയം അന്വേഷിച്ചത്. അത് അന്വേഷണത്തിന്റെ മധ്യേ ഡോക്ടർ ഹാരിസിനോടും മെഡിക്കൽ കോളേജിലെ മറ്റ് ഡോക്ടർമാരോടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തി ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ 1962 സർക്കാർ ജീവനക്കാരുടെ സർവീസ് റൂൾസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കോണ്ടക്ട് റൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും 3 ശുപാർശകളുടെ ഭാഗമായി ഏറ്റവും ആദ്യത്തെ ശുപാർശയായിട്ട് ഒരു റൊട്ടീൻ നോട്ടീസ്, ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഡോക്ടർ ഹാരിസിന് നൽകി. രണ്ടാമതായി, ഈ സൂപ്രണ്ടുമാർക്ക് ഇത്തരത്തിലുള്ള ഉപകരണം വാങ്ങിക്കേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ അതിൻ്റെ വാങ്ങൽ പരിധിയിൽ പെടുന്ന പണത്തിൻ്റെ അളവ് അത് ഇച്ചിരി വർദ്ധിപ്പിക്കണം. എല്ലാത്തിനും നമുക്കറിയാം, ഫയലുകൾ നീങ്ങി ഗവൺമെന്റിന്റെ അന്തിമ അനുമതി കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കാതെ വാങ്ങൽ പരിധി കൃത്യമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശുപാർശ വന്നു. മൂന്നാമതായിട്ട്, ഇതേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ കാണാതായ ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണം എന്നതും ശുപാർശയുടെ ഭാഗമായിട്ട് വന്നു. ഇതിൽ ആദ്യത്തെ ശുപാർശയുടെ ഭാഗമായി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. ഡോക്ടർ ഹാരിസ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സമയപരിധി ആവശ്യപ്പെട്ടു. ആ സമയം അനുവദിക്കപ്പെട്ടു. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ DMI തന്നെ, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട ഉപകരണം, ആ ഉപകരണം എവിടെയാണ്, എങ്ങനെയാണ് നഷ്ടപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്നതിനെ കുറിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ ഡോക്ടർ ഹാരിസ് തന്നെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഉപകരണം നഷ്ടപ്പെട്ട കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ ആ 4 അന്വേഷണ കമ്മിറ്റിയോട് ശുപാർശ ചെയ്യുന്നത്, എൻക്വയറി കമ്മിറ്റിയോട് പറയുന്നത്. അപ്പൊ അതിനുശേഷം അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മാധ്യമങ്ങൾ വലിയ രൂപത്തിൽ ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ആ ഉപകരണം കണ്ടില്ലെന്നുള്ളത് വരുന്നു. ആ ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംശയങ്ങൾ ഉന്നയിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരു തരത്തിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ പ്രതികാര നടപടി എടുക്കാനോ അല്ലെങ്കിൽ പൊതുസമൂഹ മധ്യത്തിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ സൂപ്രണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലൂടെ പല രൂപത്തിൽ കെട്ടിച്ചമച്ചപ്പെട്ട് വന്നപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് ഈ ഉപകരണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ എന്തൊക്കെയാണ്, ഈ കമ്മിറ്റിയിലെ ശുപാർശയുടെ ഭാഗമായി ഒരു ഏകാംഗ കമ്മീഷൻ തന്നെ, DMI തന്നെ ഈ വിഷയം അന്വേഷിക്കുന്നു, അതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നതും മാത്രം വിശദീകരിക്കാനാണ് പത്രസമ്മേളനം നടത്തിയത്. അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊടുക്കാനോ ഹരാസ് ചെയ്യാനോ അല്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കൃത്യമായി ചേർത്ത് നിർത്തുക എന്നതാണ് ഗവൺമെന്റിന്റെ പോളിസി. ഇതുമായി ബന്ധപ്പെട്ട് DMI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങ് 4 ചോദ്യം ചോദിച്ചു. ഒന്ന്, ഇവിടെ ഡോക്ടർ ഹാരിസിനോട് ചോദിച്ചില്ല, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല, അതുപോലെ തന്നെ ഈ മുറിയിൽ ആരൊക്കെ കടന്നു എന്നതിനെ കുറിച്ച് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തില്ല. ഇതൊന്നും ഈ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന DMI നടത്തിയോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒരു വിവരവും പൊതുസമൂഹത്തിലില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുക. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. ഈ മാധ്യമപ്രവർത്തകർ ഇതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് എന്നതുപോലും ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് അഴകുഴമ്പൻ നിലപാടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ചിലപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അതൊക്കെ പറയാൻ പറ്റുമോ എന്ന നിലയ്ക്ക് എന്തോ വളരെ തമാശ കലർന്ന രീതിയിലായിരുന്നു സംസാരിക്കുന്നത്. എന്തിനാണ് വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് ചോദിക്കുന്നത്, എന്തിനാണ് വാർത്താ സമ്മേളനം നടത്തിയതെന്ന് ആ വാർത്താ സമ്മേളനം നടത്തിയ മനുഷ്യർക്ക് ഒരു കൃത്യതയും ബോധ്യവും ഇല്ലായിരുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലൊരു കലാരൂപം അരങ്ങേറിയതുകൊണ്ടാണ്. അതിപ്പോ മെയ്വഴക്കത്തോടെ പറയാൻ കഴിയുന്ന ആളുകളാണോ, അവരുടെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ള പരിചയം എങ്ങനെയാണോ എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയുടെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുകയൊന്നും ഗവൺമെന്റിന്റെ പോളിസിയല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാകാം. അവരുടെ തെറ്റ് തിരുത്തി കൂട്ടി യോജിപ്പിച്ച് കൂടെ നിർത്തുക, അവരുടെ സേവനം ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പോളിസി. ഇന്നലെ തന്നെ സർക്കാർ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 51 ഡോക്ടർമാരെ സർവീസിൽ നിന്ന് തന്നെ നീക്കേണ്ടി വന്നു. കാരണം ഇവിടെ നിന്ന് നന്നായി സൗജന്യമായി പഠിച്ച് ഈ കേരളത്തിന്റെ സൗകര്യം എല്ലാം പ്രയോജനപ്പെടുത്തി ചെറിയ ലീവ് എടുത്ത് വിദേശത്ത് പോയതിനു ശേഷം തിരിച്ചു വരില്ല, പിന്നെ വിദേശത്ത് തന്നെ നിൽക്കും. 5 വർഷമാണല്ലോ മാക്സിമം പരിധി. അതിനുശേഷം 10 വർഷമായിട്ട് തിരിച്ചു വരാത്ത സാഹചര്യം വന്നപ്പോൾ 51 ഡോക്ടർമാരെ നടപടി എടുക്കേണ്ടി വന്നു. എല്ലാ ഡോക്ടർമാരെയും കേരളത്തിന്റെ പൊതുസമൂഹത്തെ നന്നായി തന്നെ സേവിക്കാൻ പാകത്തിന് നിലനിർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യമായിട്ടാണ് ഗവൺമെന്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏൽപ്പിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തണമെന്ന് നിർബന്ധമില്ല.
മെയ്വഴക്കവും തഴക്കവും പഴക്കവും ഒക്കെയുള്ള ഈ രാഷ്ട്രീയക്കാർ തന്നെ മന്ത്രിമാരടക്കമുള്ളവരുണ്ടല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പോന്നവർ. ഇതിപ്പോ ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആകെ ഉണ്ടായ ഒരു പ്രതീതി എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് അവിടെ എന്തോ ഒരു ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, അത് സംബന്ധിച്ച് ചില അന്വേഷണം നടത്തുന്നുണ്ട് എന്ന നിലയ്ക്കായതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്.